മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായതോടെ അനായാസ ജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷിൻഡെ പക്ഷവും BJPയും ഉള്ളത്. മറുപക്ഷത്ത് പാർട്ടി പിടിക്കാനുള്ള വിമതരുടെ നീക്കം തടയാൻ ഉദ്ധവ് പക്ഷം തീവ്ര ശ്രമത്തിലാണ്. പ്രതിപക്ഷ നേതാവ് ആരാണെന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. വിമത നീക്കത്തിന് ശേഷം ശിവസേനയിലെ ഔദ്യോഗിക വിമത MLA-മാർ ആദ്യമായി നേർക്കുനേർ വന്നപ്പോൾ വിജയം ഷിൻഡെയ്ക്കൊപ്പമായിരുന്നു. ഇന്ന് നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള സെമിഫൈനൽ പോരാട്ടമായാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. പക്ഷേ ഉദ്ധവ് പക്ഷത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് 164 MLA-മാർ ഷിൻഡെയ്ക്കൊപ്പം നിന്നു. നേരത്തെ മഹാവികാസ് അഘാഡി സഖ്യത്തിനൊപ്പം നിന്നിരുന്ന സമാജ്വാദി പാർട്ടിയുടെ 2 MLA-മാർ BJP സ്ഥാനാർത്ഥിക്കെതിരായ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. നിലവിൽ NDAയുടെ ഭാഗമല്ലാത്ത MNS, ബഹുജൻ വികാസ് അഘാഡി എന്നിവരുടെ വോട്ടും രാഹുൽ നർവേക്കറിന് ലഭിച്ചു. ഈ സാഹചര്യത്തിൽ ഷിൻഡെ സർക്കാർ വിശ്വാസം തെളിയിക്കുമെന്നതിൽ സംശയമില്ല. അതേസമയം പാർട്ടി പിടിക്കാനുള്ള വിമതരുടെ നീക്കം തടയാനാണ് ഉദ്ധവിന്റെ ശ്രമം. പാർട്ടിയോടും നേതൃത്വത്തിനോടും കൂറുപുലർത്തുന്നവരുണ്ടെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് ഭാരവാഹികളോട് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ NCPയുടെ 7 അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നില്ല. വിശ്വാസ വോട്ടെടുപ്പിന് പരമാവധി അംഗങ്ങൾ എത്താൻ ശരത് പവാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാണെന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും MG മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നലത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ചിത്രം വ്യക്തമായതാണ്. നേരത്തെ ഈ ഷിൻഡെ പക്ഷത്തേക്ക് പോയ ഏതെങ്കിലും MLA-മാരുടെ ഭാഗത്തു നിന്ന് മുഴുവൻ പേരും അല്ലെങ്കിലും 1-2 പേരെങ്കിലും മാറ്റാനുള്ള ശ്രമം ശക്തമായി തന്നെ ഉദ്ധവ് പക്ഷം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമായ ഒരു സൂചനയെങ്കിലും ലഭിക്കുന്നുണ്ടോ? കിരൺ, രാവിലെ 11 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ജയം BJPക്കും ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിനും ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത്. ഉച്ചയോടുകൂടി വിശ്വാസ വോട്ടെടുപ്പിന്റെ നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 164 പേരുടെ പിന്തുണ NDA സഖ്യത്തിനുണ്ടായിരുന്നു. ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പവും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 143 പേരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത്. അത് ഈസിയായി തന്നെ മറികടക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉദ്ധവ് പക്ഷം മുന്നോട്ട് വെച്ചിരുന്നത് വിമത ക്യാമ്പിലുള്ള കൂടുതൽ MLA-മാർ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യവും കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ഉദ്ധവിന്റെ നീക്കങ്ങളും അല്ലെങ്കിൽ ഉദ്ധവിന്റെ ആത്മവിശ്വാസത്തിനും കനത്ത പ്രഹരം നൽകുന്ന തിരിച്ചടി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കാണാൻ സാധിച്ചത്. രാഹുൽ നർവേക്കർ ഇന്ന് സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പ് ഈസിയായി മറികടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഈ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ കൂടിയാലോചനകൾ നടന്നിരുന്നു. അതായത് സ്പീക്കർ സ്ഥാനാർത്ഥി സാധാരണഗതിയിൽ NCPയുടെ MLA ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുകയും മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്ന് ശിവസേനയുടെ, അതായത് ഉദ്ധവ് പക്ഷത്തിൽ നിന്നുള്ള ശിവസേന MLA ആണ് ഇത്തവണ മത്സരിക്കുകയും ചെയ്തത്. അത് വലിയ രീതിയിലുള്ള എതിർപ്പ് NCP സഖ്യത്തിനുണ്ടായിരുന്നു. അതായത് പക്ഷേ ഇവർക്ക് പിന്തുണ നൽകുമെന്ന് NCP അറിയിച്ചിരുന്നു എങ്കിൽ പോലും തന്നെ വലിയ ഭിന്നതയ്ക്ക് അത് വഴിയൊരുക്കുകയും ചെയ്തു. അതായത് 7ഓളം NCP MLA-മാർ കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ കൂടുതൽ അംഗങ്ങൾ എത്തണമെന്നുള്ളൊരു നിർദ്ദേശം NCP അധ്യക്ഷൻ ശരത് പവാർ MLA-മാർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 2 പേർ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ MNS-ഉം ഒപ്പം തന്നെ മറ്റ് ഈ NDAയുടെ നിലവിൽ ഭാഗമല്ലായിരുന്ന MNS-ഉം മറ്റ് സഖ്യ കക്ഷികളെല്ലാം തന്നെ ഇത്തരത്തിൽ NDAയ്ക്ക് അനുകൂലമായി കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടി തന്നെയാണ് മഹാവികാസ് അഘാഡിക്ക് നേരിടേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ മന്ത്രിസഭ വിപുലീകരണ ചർച്ചകളും ഇന്ന് വൈകിട്ടോടുകൂടി ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏക്നാഥ് ഷിൻഡെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഇതുവരെയും ചർച്ചയിലേക്ക് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എത്ര വകുപ്പുകൾ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന് നൽകണം, ഒപ്പം തന്നെ എത്ര സ്വതന്ത്രന്മാർക്ക് മന്ത്രിസ്ഥാനം നൽകണം തുടങ്ങിയ കാര്യങ്ങളിൽ BJP നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TV രവിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി TV രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്തായാലും 11 മണിയോടുകൂടി പ്രത്യേക നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ഉച്ചയോടുകൂടി വിശ്വാസ വോട്ടെടുപ്പ് നടക്കും. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.